എല്ലാവരും കേട്ടോളി. ഈ നിൽക്കണ ബക്കറിന്റെ കുട്ടിയത് ഇസ്ലാം മതപ്രകാരം ഈ കുട്ടിയുടെ മയ്യത്തടക്കാൻ നമ്മൾ പടിഞ്ഞാറത്തോൾക്ക് കൊണ്ടുപോകാം. അതിനെ നമ്മൾ വന്നേ. ഒരുമാതിരി പോക്കിൽ തരം പറയാതെ പോകാൻ നോക്കണം. ഈ തുറയിൽ ജനിച്ചു വളർന്ന കൊച്ചിന്റെ ജനം എന്തൊരു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഈ മെരട്ടല്ലേ മയ്യത്ത് കൊണ്ടുപോകാനാ നമ്മൾ വന്നെങ്കിൽ അത് കൊണ്ടേ നമ്മൾ പോകൂ. അത് ഞങ്ങളുടെ കൊച്ചിന്റെ ആവൂല, നിങ്ങളൊക്കെ ആയിരിക്കും. ജലക്കാണ്ടൊന്ന് പോടാ മുക്കളി. അന്റെ ഉശരെന്താന്ന് ഞമ്മക്ക് അറിഞ്ഞൂടെ? ഈ തുറയിൽ ഉശിരും കരുത്തുള്ള ആമ്പിള്ളാർ ഒരുപാടുണ്ട്. വീർ കാട്ടിലുള്ള ചിന്ന പയലെ മെയ്ക്കരുത്ത് കാട്ടാനും മയ്യത്ത് തരൂലേ. മിണ്ടിപ്പോകരുത്. കുപ്പിക്കൊന്ന് കടലറിയില്ലാറ്റിന് ഒന്ന് നിർത്താൻ. നീയൊക്കെ മനുഷ്യന്മാരാണ്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മയ്യത്ത് വിട്ടോണ്ട് തമ്മിത്തല നിനക്കൊക്കെ ഹൃദയമുണ്ട്. വെട്ടിയും കുത്തിയും ചോര ഒഴുക്കി കടല് ചോപ്പിക്കാനാണ് നിങ്ങളുടെ പുറപ്പാട്. തങ്ങളുപ്പാ, കുട്ടിയെ ക്രിസ്ത്യാനി പെണ്ണ് പ്രസവിച്ചാണെങ്കിലും ഇസ്ലാമിന് പറഞ്ഞതാ. നമ്മളെ തുറയെ കൊണ്ടായി മയ്യത്തടക്കണം. ഒരു കുട്ടിയുടെ മയ്യത്തിന് രണ്ട് കരക്കാർ തമ്മിൽ അവകാശം പറഞ്ഞ് തലഭാഗം നിങ്ങളും കാൽഭാഗം അവരും മയ്യത്തടക്കിയ നിങ്ങൾക്ക് തൃപ്തിയാവോ? ഇമാമേ, നിങ്ങൾ വേദം വിളമ്പാനൊന്നും നിൽക്കണ്ട. കുട്ടിയുടെ മുഴുവൻ മയ്യത്തും കൊണ്ടേ നമ്മൾ പോകൂ. നിങ്ങൾക്കൊരു മയ്യത്തല്ലേ വേണ്ടി? എന്റെ മയ്യത്തെടുത്തോളി. തങ്ങളുപ്പാ വിടാനാ പറഞ്ഞേ. കത്തി തരാനേ തങ്ങളുപ്പാ നിങ്ങളോടാണ്. അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനമൊട്ടാകെ സ്തംഭിപ്പിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചിപ്പിയിറച്ചി കഴിച്ചുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും സംസ്ഥാനമൊട്ടാകെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. തെക്കൻ ജില്ലകളിൽ ഹർത്താലിന്റെ മറവിൽ ആക്രമികളുടെ തേർവാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സംസ്ഥാനത്തൊട്ടാകെ ചെറുതും വലുതുമായ 40ഓളം വാഹനങ്ങൾ കത്തിക്കുകയുണ്ടായി. ആക്രമണത്തിൽ 14 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ നില ഗുരുതരമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹായിച്ചവരെ ഒരിക്കലും മറക്കാത്തവനാണ് ഈ കോവളം ദാദ. ഞാനാണ് ജിപ്പിയിൽ വിഷം തളിക്കാൻ സഹായിച്ചതെന്ന് സ്രാവ് പാപ്പച്ചനോ മാത്രം മുതലാളി പറഞ്ഞ എന്നെ വെട്ടിയാറ്റിയാണ്. ഈ തുറയിലല്ല, ഇനി ഈ ഭൂമിയിൽ ആരും അറിയില്ല. ആ ഹർത്താലിന്റെ ബഹളത്തിൽപ്പെട്ട് ആശുപത്രിയിലായി നമ്മുടെ ആൾക്കാരെ സഹായിക്കണം. ഇതിരിക്കട്ടെ, വേണ്ടി വന്നാൽ ഇനിയും ജബദാസിന് ആവശ്യപ്പെടാം. ശരി, ഞാൻ പോട്ടെ. ആ നിന്റെ കുഞ്ഞു മരിച്ചതിൽ ദുഃഖമുണ്ടെന്ന് ദാദ അറിയിക്കാൻ പറഞ്ഞു. ഇതാ 10,000 ഉണ്ട്. ഇനിയും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട ദാദ പറഞ്ഞിട്ടുണ്ട്. രൂപ എത്ര കിട്ടിയാലും എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മുത്തിനെ തിരിച്ചു കിട്ടും.
Come on, please. Have a look. This is our godown. What a surprise. Surprise. All these are latest weapons. ഏറ്റവും അത്യാധുനികം. കാതറിൻ മദാമയ്ക്ക് മലയാളം അറിയാം. I mean, you know മലയാളം? You tell me, I can't understand. കുറച്ച്. ഓഹോ. ഇതെല്ലാം എക്സ്പ്ലോസീവ് ഐറ്റംസ്. TNT സ്ലാബ്, പിന്നെ PK, RDX, കോമ്പോസിഷൻ 4, ഗൺ പൗഡർ, ഷീറ്റ് എക്സ്പ്ലോസീവ്, അങ്ങനെ പലതും. I mean, all type of latest ammunition. Terrifying. കാതറിൻ, ഇവിടുത്തെ ഈ സീക്രട്ട് പ്ലേസ് ഞാനും ബോസും 1-2 വിശ്വസ്തരും മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കാതറിന്. Thank you very much. Okay, let us move. Yes. Come on. അയ്യോ ധരംപാൽ യാദവ് പ്രതീക്ഷിച്ചില്ലല്ലേ? നോൺസെൻസ്. എന്തിനാണോ ഇവരുടെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവര് ബോസിന്റെ ഗസ്റ്റുകളല്ലേ, അതുകൊണ്ട്. സോ വാട്ട്? സോറി ബോസ്, തെറ്റ് സംഭവിച്ചു. തെറ്റിന് പ്രതിവിധി ശിക്ഷ മാത്രമാണ്. എന്റെ നിഘണ്ടുവിലുള്ള നിനക്കറിയാമല്ലോ. ഐ എം റിയലി സോറി ബോസ്. ഒരിക്കലേക്ക് മാപ്പാക്കുന്നു. സാറിന് 100 പുണ്യം കിട്ടും. ആർക്ക് വേണോളൂ നിന്റെയൊക്കെ ഒരു നാറിയ പുണ്യം? സാർ, പുണ്യങ്ങൾക്കായി ഞാൻ കോടിക്കണക്കിന് ഡോളറുകൾ എല്ലാ രാജ്യങ്ങളിലെയും മതസ്ഥാപനങ്ങൾക്കും വിമത സംഘടനകൾക്കും വർഷം തോറും സംഭാവന കൊടുക്കാറുണ്ട്. പിന്നെ മതങ്ങൾ വളരാനും പോരാടാനും തമ്മിലടിച്ച് തകരാനും കോടികൾ വേറെ. അതിലുപരി ഓരോ രാജ്യത്തിലെയും വിഘടനവാദികളെയും തീവ്രവാദികളെയും കണ്ടെത്തി അവരെ ഏകോപിപ്പിച്ച് അവർക്ക് പോരാടുവാനുള്ള ധൈര്യവും വീര്യവും ആയുധവും ആവശ്യത്തിന് പണവും നൽകുന്നത് പുണ്യത്തിനും മോക്ഷത്തിനും വേണ്ടിയൊന്നല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്തും തകർത്തുകൊണ്ട് എന്റെ ലക്ഷ്യം ഞാൻ നിലനിർത്തും. കുഞ്ഞേ, ഫോട്ടോകളൊക്കെ എടുത്തോ? എടുത്തു. നിങ്ങൾ കാരണം നല്ലൊരു ഫീച്ചറിനുള്ള മാറ്റർ എനിക്ക് കിട്ടി. ഇവിടെ നടന്ന ചിപ്പി ദുരന്തത്തെ കുറിച്ച് പത്രത്തിൽ എഴുതാൻ വിവരങ്ങൾ ചോദിച്ചറിയാൻ വന്നതാ. കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഹാർബറിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യം എഴുതണമെന്ന് പറഞ്ഞു. തീർച്ചയായും അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് വരെ ഞാൻ എഴുതും. അതൊക്കെ അവര് വായിക്കൂ. വായിച്ചില്ലെങ്കിൽ വായിക്കുന്നത് വരെ ഞാൻ എഴുതില്ലേ? വിവരങ്ങൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളാണ് ഇയാൾ, മുക്കിളി മാപ്പൻ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഈ ചിപ്പി എന്ന് പറയുന്നത് ഇവിടൊക്കെ ചിപ്പി എന്നും ചിലയിടത്തൊക്കെ കക്ക എന്നും വടക്കോട്ടൊക്കെ എന്തിനു പറയണത് കല്ലുമ്മക്കായ എന്നും പറയും. കടലിൽ വെച്ച് ഇതിന് വിഷാംശം കലരാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം എനിക്കറിഞ്ഞൂടാ. കുമ്പാരിക്കറിയോ? അയ്യോ, എനിക്കറിയില്ല. കടലിൽ വെച്ച് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ചാവുകയും പാറയിൽ നിന്ന് പിടുത്തം വിട്ട് ഒഴുകി പോകുന്നു പറയുന്നത് ഒരു കാരണമല്ലേ? നേരി 2 പ്രാവശ്യം നേരി. ചേട്ടന് ചിപ്പി വരലാണോ ജോലി? അയ്യോ, ഇപ്പോഴല്ല, അത് പണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് പാർട്ട്നേഴ്സോ? അതായത് കൂട്ടുകച്ചവടം. യു മീൻ പാർട്ട്നേഴ്സ്? ഐസ് കമ്പനി നടത്തുന്നതും നീ മൊത്തമായിട്ടെടുത്ത് പുറം ചന്തയ്ക്ക് അയക്കണതും. ഇതിനു മുമ്പ് ചിപ്പിയിറച്ചി കഴിച്ച് ഇങ്ങനെ ആൾക്കാർ മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. ചിപ്പിയിറച്ചിക്കുള്ളിൽ വിഷാംശം കലർന്നത് എങ്ങനെയാണെന്നാ ചേട്ടന്റെ അഭിപ്രായം? അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാല് എനിക്കറിയില്ല. ചേട്ടന്റെ ഫോട്ടോ എടുക്കട്ടെ? ഓ, എടുത്തോളി. 1 അല്ല 10 മണി എടുത്തോളി. റെഡി? യെസ്, വളരെ നന്ദിയുണ്ട്. ഇനി ചന്തയുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ, അതിനെന്താ, എടുത്തു കഴിഞ്ഞ എന്റെ ചന്തയല്ല, ചന്ത. അതെയോ? ഒരു വള്ളി കൂടി പോയല്ലേ. ഓടിയത്? ഒന്നുമില്ല. ബിന്ദു എന്നല്ലേ പേര്? അതെ. എന്നെ പരിചയമില്ലേ?
ബിന്ദു ബ്യൂട്ടി പാർലറിലായിരുന്നില്ലേ? അതെ. ആ നല്ല ജോലി എന്തിനു ഉപേക്ഷിച്ചത്? എന്താ ഒന്നും പറയാത്തത്? ഒന്നുമില്ല. ഒന്നുമില്ല, അതില്ല. എന്തോ ഉണ്ട്. അതാണല്ലോ എന്നെ കണ്ടപ്പോ ഓടിയത്. എന്താടോ പ്രശ്നം? ആ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കും രക്ഷയില്ല. വിസമ്മതിക്കുന്നവരെ മയക്കുമരുന്ന് കുത്തിവെച്ച് വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് കാഴ്ചവെക്കും. ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്റെ അപ്പനെ സഹോദരിമാരും കരുതിയ. എന്നെ പൊന്നുപോലെ വളർത്തി അപ്പന് തറഞ്ഞാൽ. എന്നിട്ട് താനെന്താ പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? എന്ത് പ്രയോജനം? പുറത്തു പറഞ്ഞാൽ കുടുംബത്തോടെ അവർ തകർത്തു കളയും. അവിടെ ചെല്ലാതായ അന്ന് മുതൽ എന്റെ പിന്നാലെ അവരുടെ ആൾക്കാരുണ്ട്. താൻ ധൈര്യമായിട്ട് എന്റെ ഒപ്പം വരികയാണെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വെറും ഒരു പത്രപ്രവർത്തക മാത്രമല്ല, ഒരു പോലീസ് കമ്മീഷണറുടെ മകളും കൂടിയാണ്. താൻ വരൂ. എനിക്ക് ആദ്യം കാണേണ്ടത് തന്റെ അപ്പനെയാണ്. അപ്പനെ ഇതൊന്നും അറിയിക്കണ്ട. ഒന്നും സംഭവിക്കില്ല. താൻ വരൂ.